ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മിഷൻ സൺഡേ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമുക്കൊരു മിഷൻ യാത്രയ്ക്ക് പോയാലോ? നമ്മുടെ ആഫ്രിക്കൻ മിഷനിലൂടെയും ബംഗ്ലാദേശ് മിഷനിലൂടെയൊക്കെ നമുക്കിന്നൊന്ന് യാത്ര ചെയ്യാം. അതിനു മുമ്പ് എന്താണ് മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൗത്യം എന്നാണ്. ആരാണ് മിഷണറി? ഒരു പ്രത്യേക ദൗത്യം ചെയ്യുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് മിഷണറി. അതുകൊണ്ട് തന്നെ ഓരോ മാമോദിസ സ്വീകരിച്ച വ്യക്തിയും ഈശോയുടെ ശിഷ്യനായി മാറുന്നത് കൊണ്ട് ഈശോ ഏൽപ്പിച്ച മിഷണറി ദൗത്യം ചെയ്യുവാനായിട്ട് കടപ്പെട്ടവരാണ്. ഇനി എന്തിനാണ് നമ്മൾ മിഷൻ സൺഡേ ആഘോഷിക്കുന്നത്? മിഷൻ സൺഡേ ആഘോഷിക്കുന്നത് നമ്മൾ ഏറ്റെടുത്ത ഈ മിഷണറി ദൗത്യം, അതിൻ്റെ നവീകരണ ദിവസമാണ് മിഷൻ സൺഡേ. നമ്മൾ മാമോദിസ വ്രത നവീകരണം നടത്തുന്നത് പോലെ തന്നെ നമ്മൾ മിഷൻ ദൗത്യത്തിൻ്റെ ആ വ്രത നവീകരണം നടത്തുകയാണ് മിഷൻ ഞായർ. 1926 11 പിയൂസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതനുസരിച്ച് ലോകമെമ്പാടും വിശ്വാസികൾ മിഷൻ സൺഡേ ആഘോഷിച്ചു വരുന്നു. ആദ്യത്തെ മിഷണറി എന്ന് പറയുന്നത് ഈശോയാണ്. കാരണം സ്നേഹസമ്പന്നനായ പിതാവ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈശോയെ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഈശോ ആ പ്രത്യേക ദൗത്യം ഏറ്റെടുത്ത്, മനുഷ്യരക്ഷ എന്ന ദൗത്യം ഏറ്റെടുത്ത് ഈശോ ലോകത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഈശോ തൻ്റെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം, ആ ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കുവാനായിട്ട് ഇസ്രായേലിലെ ഒരുമാതിരി എല്ലാ പ്രദേശങ്ങളിലും ഈശോ ചുറ്റി നടന്ന് സുവിശേഷം പ്രഘോഷിച്ചു. അവസാനം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് മരിച്ച് 3 നാൾ ഉദ്ധിതനായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സുവിശേഷം ലോക ജനതയെ അറിയിക്കുക. സധൈര്യം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അവര് ലോക അതിർത്തിയോളം ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിച്ചു. വിശുദ്ധ തോമാസ് ശ്ലീഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് എത്തി. അതുപോലെ വിശുദ്ധ പത്രോസ് ശ്ലീഹ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമില് സുവിശേഷം പ്രഘോഷിച്ചു. ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം അവർക്ക് നൽകുവാനായിട്ട് ഒത്തിരി അവർ കഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനം അവർ രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹ തല കീഴായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുന്നു. അതുപോലെ വിശുദ്ധ പൗലോസ് ശ്ലീഹയുടെ തല വെട്ടി ശിരച്ഛേദനം ചെയ്ത് കൊല്ലപ്പെടുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹ നമ്മുടെ നാട്ടില് മൈലാപ്പൂരില് വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുന്നു. അങ്ങനെ എല്ലാ ശിഷ്യന്മാരും അവരുടേതായ രീതികളിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ലോക അതിർത്തിയോളം ഈശോയെ പ്രഘോഷിച്ചു. ഇതുപോലൊക്കെ തന്നെയാണ് മിഷണറിമാരുടെ ജീവിതം. നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ മിഷണറി അവരുടെ 2 മക്കളോട് കൂടെ അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു. അതുപോലെ വാഴ്ത്തപ്പെട്ട റാണി മരിയ, ഫേസ് ഓഫ് ദ ഫേസ്ലെസ്, ഇതൊരു കൊമേഴ്സ്യൽ മൂവി ആണെങ്കിൽ പോലും നമ്മൾ മിഷനിൽ അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളൊക്കെ അതിലൂടെ കണ്ടതാണ്. അതുപോലെ മദർ തെരേസ, അതുപോലെ എല്ലാ മിഷണറിമാരും. പ്രിയപ്പെട്ടവരെ, മിഷൻ എന്നും വെല്ലുവിളികൾ നേരിടുന്നതാണ്. കാരണം ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ആ പ്രദേശത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ലാംഗ്വേജ്, കൾച്ചർ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി അവരിൽ ഒരുവനായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് മിഷൻ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ മിഷണറിയും തൻ്റെ ദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് ആ മിഷണറിയുടെ ലാംഗ്വേജ് ആയിട്ട് മാറണം. അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണം, അത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണമായിട്ട് മാറണം. അവരിൽ ഒരുവനായിട്ട് മാറി അവരോട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒത്തിരി വെല്ലുവിളികളിലൂടെ നേരിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മിഷൻ സൺഡേയുടെ മറ്റൊരു ദൗത്യം എന്ന് പറയുന്നത് മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് മിഷൻ സൺഡേ നമ്മൾ ആഘോഷിക്കുക. ഇനി വീണ്ടും മിഷൻ പ്രദേശങ്ങളിൽ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ, പാവപ്പെട്ടവരോട് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇല്ലാത്തവന് അപ്പം കൊടുക്കണം. അതുപോലെ തന്നെ മരുന്നില്ലാത്തവന്
മരുന്ന് നമ്മൾ കൊടുക്കണം, അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടണം, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം നൽകണം. ഇതൊക്കെ ഒരു മിഷണറിയുടെ ചുമതലയായിട്ട് മാറുകയാണ്. ഇതൊക്കെ നൽകുവാനായിട്ട് നമുക്ക് വിദ്യാഭ്യാസം നൽകുവാനായിട്ട് പള്ളിക്കൂടങ്ങൾ വേണം. പ്രാർത്ഥിക്കാനായിട്ട് മിഷൻ സ്ഥലങ്ങളിൽ പള്ളികളില്ല, പള്ളികൾ വേണം, പള്ളികൾ പണിയണം. അതുപോലെ തന്നെ രോഗങ്ങൾ വരുമ്പോൾ അവരെ ചികിത്സിക്കുവാനായിട്ട്, അവരുടെ മുറിവുകൾ വെച്ച് കിട്ടുവാനായിട്ട്, നല്ല സമരീയക്കാരനായിട്ട് മാറുവാനായിട്ട് നമുക്ക് ചെറിയ ക്ലിനിക്കുകൾ വേണ്ടി വരുന്നു. ഇതൊക്കെ നൽകുവാനായിട്ട് നമുക്ക് പണം വേണം. മിഷൻ സൺഡേയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ പണം അത് നമ്മൾ മിഷൻ പ്രവർത്തനത്തിനായിട്ട് എത്തിച്ചു കൊടുക്കുന്നു. അതുമൂലം നമുക്ക് ഇങ്ങനെയുള്ള പള്ളികൾ പണിയുവാനും മറ്റ് സേവനങ്ങൾ ചെയ്യുവാനും ആതുര സേവനങ്ങളിൽ ഏർപ്പെടുവാനൊക്കെ ആയിട്ട് മിഷണറിമാർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ സംഭാവനകൾ, മിഷൻ സൺഡേയിൽ നമ്മൾ കൊടുക്കുന്ന സംഭാവനകൾ അത് വലിയ സംഭാവനകളായിട്ട് മാറുകയാണ്. നമുക്കിനി ആഫ്രിക്കയിലെ ഒരു മിഷൻ പ്രദേശമായ മലാവി എന്ന രാജ്യത്തെ ചില മിഷൻ അനുഭവങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. കേരളത്തിൽ നിന്നുള്ള ഒത്തിരി മിഷണറിമാർ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സെൻറ് തോമസ് കപ്പുച്ചിൻ പ്രൊവിൻസിൻ്റെ ഒരു മിഷനായിരുന്നു ഇത്. ഇവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ ഇവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇവരിൽ നിന്ന് തന്നെ ഈശോയെ തൊട്ടറിഞ്ഞവർ, ഈശോയെ അനുഭവിച്ചറിഞ്ഞവർ ദൈവവിളി സ്വീകരിച്ച് വൈദികരാകാനായിട്ടും സന്യസ്തരാകാനായിട്ടും കടന്നു വന്നു. ആഫ്രിക്കൻ ചർച്ചസ് ഡാൻസിങ് ചർച്ചസ് എന്നാണ് അറിയപ്പെടുക. കാരണം അവർ ആടിപ്പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മിഷൻ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒത്തിരി നല്ല മനസ്സുകളുടെ സുഹൃത്തുക്കൾ കൊണ്ട് പണിതീർത്ത ഒരു നല്ല ക്ലിനിക്കാണ് നമ്മളിവിടെ കാണുക. കേരളത്തിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സാണ് ഇവിടെ സേവനം ചെയ്യുക. അവരുടെ ദൈവാനുഗ്രഹപ്രദമായ സൗഖ്യമേകുന്ന കാരുണ്യപ്രവൃത്തി കൊണ്ട് ഒത്തിരി പേർക്ക് ഇവിടുത്തെ മനുഷ്യർക്ക് വലിയ ആശ്വാസമായിട്ട് മാറുന്നു. പാവപ്പെട്ടവരുടെ ഇടയിലെ ഈശോയെ പ്രഘോഷിക്കുമ്പോൾ ഈശോയുടെ കാരുണ്യത്തിന് മുഖം അവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ സഹായിക്കുന്നു. ഇത് പാവപ്പെട്ടവർക്ക് പുതിയ തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് തുടങ്ങിയ തൊഴിൽശാലയാണ്. പാവപ്പെട്ടവനോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ അവന് വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അവന് വേണ്ടതായ ആഹാരം നൽകുമ്പോഴാണ്. 5 അപ്പം 5000 കേകിയ ഈശോയുടെ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ഭക്ഷണം നൽകുവാനായിട്ട്, ഇവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം നൽകുവാനായിട്ട് തുടങ്ങിയ ബേക്കറിയാണിത്. അതുപോലെ ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രകാശം വീശുവാനായിട്ട്, അവരെ വിദ്യാസമ്പന്നരായിട്ട് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് തുടങ്ങിയ സ്കൂളുകളാണിത്. ഇനി നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിഷണറിമാരുടെ കൂടെ ഒന്ന് കൂടിയാലോ? ഇതിനെല്ലാം ഉപരി നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിത മാതൃകയാണ് ക്രിസ്തുവിന് നൽകുന്ന ഏറ്റവും വലിയ സാക്ഷ്യവും ഏറ്റവും വലിയ മിഷണറി പ്രവർത്തനവും. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം വഴി പ്രാർത്ഥനയിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക്, സഹോദരങ്ങൾക്ക് പകർന്ന് നൽകിക്കൊണ്ട് നല്ല ക്രിസ്തീയ ജീവിതം നയിച്ച് നമുക്ക് നല്ല മിഷണറിമാരാകാം. ഇനി നമുക്ക് സെൻറ് തോമസ് കപ്പുച്ചിൻ പ്രൊവിൻസിൻ്റെ പുതിയ മിഷനായ ബംഗ്ലാദേശ് മിഷൻ അനുഭവത്തിലൂടെ ഒന്ന് കടന്നു പോകാം.
നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ദൈവസ്നേഹത്താൽ നിറഞ്ഞു ചെയ്യുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് സമർപ്പിച്ച ഓരോ സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് പറയുന്ന കൊച്ചുദ്രേസ്യ പുണ്യവതിയാണ് മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ട് അറിയപ്പെടുക. കൊച്ചുദ്രേസ്യ പുണ്യവതി മിഷൻ പ്രദേശങ്ങളിലേക്ക് ശാരീരികമായിട്ട് എത്തിയില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, ആത്മാക്കളെ നേടുവാനായിട്ട് അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളും പ്രാർത്ഥനയിൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുമ്പോൾ നമ്മളും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന നല്ല മിഷണറിമാരായിട്ട് മാറിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ മിഷൻ ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മിഷൻ ദൗത്യം, ആ മിഷൻ ദൗത്യത്തിൻ്റെ വ്രത നവീകരണം നമുക്ക് നടത്താം. ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അയക്കപ്പെട്ടവനാണ് ഞാനും നിങ്ങളും എന്ന് നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ ജീവിതമാണ് ക്രിസ്തുവിന് നൽകാവുന്ന ഏറ്റവും നല്ല സാക്ഷ്യം. അപ്പോൾ പരിശുദ്ധമായ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് നമുക്ക് മിഷണറി പ്രവർത്തനം നടത്താം. രണ്ടാമതായിട്ട്, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദൗത്യം, അത് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ മിഷൻ സൺഡേ നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും മിഷണറിമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, നമുക്ക് മിഷൻ പ്രദേശങ്ങളിൽ പോയി സേവനം ചെയ്യുവാനായിട്ട് സാധിക്കില്ലായിരിക്കാം. എന്നാൽ അങ്ങനെ സേവനം ചെയ്യുന്നവരെ നമ്മുടെ സമ്പത്ത് കൊണ്ട് സഹായിക്കുവാനായിട്ട്, നമുക്ക് ആവുന്ന സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുവാനും ഈ മിഷൻ സൺഡേ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മിഷൻ ദൗത്യം ഏറ്റവും വിജയകരമായിട്ട് ചെയ്യുവാനായിട്ട് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.